എൻ്റെ മാപ്പിളിനെ ഭയങ്കര മോട്ടിവേഷൻ ചെയ്തിട്ടാണ് ഈ 10 ലക്ഷം കൊണ്ടിട്ടത്. ഇപ്പം ഞങ്ങൾ ആകെ കഷ്ടത്തിലാണ്. ഞങ്ങൾ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് 21 വയസ്സായിരിക്കുന്നു. ഇപ്പോൾ പഠിപ്പ് കഴിഞ്ഞൊരു വർഷമായി. അങ്ങനെയൊക്കെയുള്ള സങ്കടത്തിലാണ്. ഞങ്ങൾ പൈസ കിട്ടിയാൽ മതി, വേറെ ഒരു കാര്യമില്ല. അത് ചോദിച്ചതിനാണ് ഒരു പറഞ്ഞത്, എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളോട് കയറി ചെല്ലും, എൻ്റെ പെണ്ണുങ്ങളായിട്ടൊക്കെ ഞങ്ങളോട് കയറി ചെന്നിട്ട് എന്താ കാട്ടുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളൊക്കെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. മലപ്പുറം വളാഞ്ചേരിയിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. ജില്ലയിൽ നിന്ന് മാത്രം 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. സൂപ്പർ മാർക്കറ്റുകളുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ്. 1 ലക്ഷം രൂപയ്ക്ക് 30,000 രൂപ വരെ വാർഷിക ലാഭമാണ് വാഗ്ദാനം നൽകിയത്. പ്രവാസികളും സ്ത്രീകളുമാണ് തട്ടിപ്പിന് ഇരയായവരിൽ അധികവും. കർണാടക ആസ്ഥാനമായുള്ള ഇനെവിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലായിരുന്നു തട്ടിപ്പ്. ഇവര് ഒരു സൂപ്പർ മാർക്കറ്റാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര കാശ് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വിശ്വസിക്കുക. അപ്പം നമുക്ക് ഒരു മീൻകറ്റ കച്ചവടമാണ്. കച്ചവടമൊന്നും ഇപ്പം ഇല്ല. നമ്മളാകെയുള്ള വരുമാനം കുട്ടീനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ സ്വരൂപിച്ചിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ സ്വരൂപിച്ച് നിക്ഷേപിച്ച കാശാണ്. കുട്ടീൻ്റെ കല്യാണമായി, കാശ് കിട്ടിയില്ല. അപ്പോൾ കുട്ടീൻ്റെ കല്യാണമായി, അടുത്ത മാസത്തിൽ കല്യാണം ആണ്. അപ്പം നമുക്ക് ഈ കാശ് കിട്ടിയിട്ട് വേണം കുട്ടീൻ്റെ വിവാഹം നടത്താൻ. നമ്മളെ നാട്ടുകാരനാണ്, നമ്മളെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പം നമ്മൾ ഇവർ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അതിൽ ഉറച്ച് വിശ്വസിച്ച് പോയി. ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു തിരിച്ചടി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഇതിൽ ടോട്ടലി എത്ര പരാതിക്കാർ ഇൻവെസ്റ്റർമാർ ഉണ്ടോയെന്നറിയില്ല. എങ്കിലും ഞാൻ അറിയാവുന്നൊരു 5-8 പേര് ഇതിൽ ഞാൻ നിക്ഷേപിച്ച നൗഷാദ് ബാബു എന്ന വ്യക്തിയുടെ ഇതിൽ എൻ്റെ അറിവിൽ പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഷറഫ് അലി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇതിൽ ഒരു കോടികളുടെ ഇതാണ് പറയപ്പെട്ടിട്ടുള്ളത്. വളാഞ്ചേരി പോലീസിൽ ഞങ്ങൾ ഒരാഴ്ച ആയിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഇവരെ ആരും അറസ്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കണ്ണുമുന്നിൽ കണ്ടിട്ടില്ല. അവരൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. മലപ്പുറം SP-ൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് സാറുമാർ നല്ല ഇതിൽ തന്നെയാണ് നമ്മോട് എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾ പോയിക്കോളെ നമുക്ക് കേസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ കൊടുത്തു പോകുന്നു. പിന്നെ ഞങ്ങൾ വളാഞ്ചേരി കൊടുത്തു. വളാഞ്ചേരി കൊടുത്തതിൻ്റെ ഇതിൽ ആരും ഇതുവരെ അറസ്റ്റ് ചെയ്തതായിട്ട് ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ ഒരു പൈസ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഭീഷണിയായിട്ടുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ ഭർത്താവിനോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു വീട്ടിൽ കയറി വരും, അങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അനാവശ്യങ്ങൾ പറയുന്നത്. വോയിസുകളൊക്കെ എനിക്ക് വിട്ടുതന്നിരുന്നു, ഷർഫലിൻ്റെ റിയാക്ഷൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. എൻ്റെ മാപ്പിളിനെ ഭയങ്കര മോട്ടിവേഷൻ ചെയ്തിട്ടാണ് ഈ 10 ലക്ഷം കൊണ്ടിട്ടത്. ഇപ്പം ഞങ്ങൾ ആകെ കഷ്ടത്തിലാണ്. ഞങ്ങൾ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് 21 വയസ്സായിരിക്കുന്നു. ഇപ്പോൾ പഠിപ്പ് കഴിഞ്ഞൊരു വർഷമായി. അങ്ങനെയൊക്കെയുള്ള സങ്കടത്തിലാണ്. ഞങ്ങൾ പൈസ കിട്ടിയാൽ മതി, വേറെ ഒരു കാര്യമില്ല. അത് ചോദിച്ചതിനാണ് ഒരു പറഞ്ഞത്, എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളോട് കയറി ചെല്ലും, എൻ്റെ പെണ്ണുങ്ങളായിട്ടൊക്കെ ഞങ്ങളോട് കയറി ചെന്നിട്ട് എന്താ കാട്ടുക എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളൊക്കെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഞങ്ങളതൊന്നും കാര്യമാക്കണില്ല, അതിനുള്ള പേടിയുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൂട്ടിനെ കല്യാണം കഴിച്ച് കൊടുക്കാനുള്ളതാണ്. ആ പൈസ ഞങ്ങൾക്ക് കിട്ടണം. അതിന് ഏത് പോലീസ് സ്റ്റേഷനിൽ പോവാണെങ്കിലും പോവാൻ എൻ്റെ ഭർത്താവും തയ്യാറാണ്. ഞാൻ 13 ലക്ഷം കൊടുത്തു. എൻ്റേത് 8, എൻ്റെ മകളെ 5. പിന്നെ ഞങ്ങളിത് ഈ സൂപ്പർ മാർക്കറ്റ് സിംഗലയാണെന്ന് പറഞ്ഞിട്ട് ഈ ഗൾഫുകാരൊക്കെ കൂടി തുടങ്ങുകയാണ്. എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ ഇതാണ് ഗൾഫുകാരുടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ പോയി പെട്ടത്. അങ്ങനെ പോയി പെട്ട് ഇത് ഒക്കെ ഒരു 1.5 കൊല്ലം നല്ലവണ്ണം പൈസ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു അക്കൗണ്ട് ഫ്രീസായി അറിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് തിരഞ്ഞെടുപ്പാണ് അറിഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞ് ഇതിന് കുറച്ച് സമയം പിടിക്കുന്നു പറഞ്ഞു. പിന്നെ പറഞ്ഞ് 50% ശരിയായിക്കണം. പിന്നെ പറഞ്ഞ് 60% ശരിയായി അറിഞ്ഞ്. ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ തന്നെയാണ് അറിയും എപ്പോൾ നോക്കിയാലും. എന്നിട്ട് ഓല് ഇവിടെ പെരേ തന്നെ ഉണ്ടാവുകയെന്നോ ഇത് ഇതിൻ്റെ പിന്നാലെയാണെന്ന് പറയും ചെയ്യും. അങ്ങനെയൊക്കെ കൂടി ഞങ്ങൾ ഇതുവരെ കാത്തുനിന്നു. ഇനിയിപ്പോൾ കിട്ടാനൊരു മാർഗം കാണില്ല. അപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്തേക്കാണ്. ഇപ്പോൾ അങ്ങനെ SP-ക്ക് പരാതി കൊടുത്ത് ഇങ്ങനെ വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. ഇന്നലെ ഞങ്ങൾ വിളിച്ചിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ SI ഇല്ല. പിന്നെ ഇപ്പോൾ അതിനെപ്പറ്റി ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. കണ്ടമാനം ആളുണ്ട് എന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ 10ഓളം ആൾ പരാതി കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷത്തിന് 2500 വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയിരുന്നു.
പിന്നെ ഒരു അങ്ങനെ ഇതുവരെ കൃത്യമായിട്ട് ഒരു 15 മാസം കിട്ടി, അങ്ങനെ 16 മാസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബന്ധായി. അതേവരെ ഒരു പർച്ചേസ് കൂപ്പനും ഉണ്ടായി. എത്ര സ്ഥാപനം പോലെ പരസ്യം കിട്ടിയിരുന്നു, കുറെ പരസ്യം കിട്ടിയിരുന്നു. പിന്നെ പെരിന്തൽമണ്ണ സ്ഥാപനം ഉണ്ട്, AD ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഫർണിച്ചർ ആൻഡ് ഗോൾഡ്, ഇങ്ങനെ എല്ലാം കൂടിയാ പറഞ്ഞിട്ട് 25ഓളം സ്ഥാപനം ഉണ്ട് എന്ന് അവർ പറഞ്ഞു. പിന്നെ ഞാനാണ് അതിൻ്റെ ഡയറക്ടർ എന്ന് എന്നോട് സർഫലി പറഞ്ഞും ചെയ്തത്. ഞാനാണ് ഇതൊക്കെ നോക്കുന്ന ആള്, എൻ്റെതായ കയ്യിലാണൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിന് കൂടിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൻ്റെ വേറെ ആരെയും അറിയില്ല, ഒന്നുമില്ല. ഇവന് പരിചയമുള്ള ആളാണ്, ആ നിലയ്ക്ക് നമ്മൾ കൊടുത്തതാണ്. ഇതിപ്പോ ഈ കംപ്ലൈന്റ് കൊടുത്തത് 10 ആളാണ്. ഈ 10 ആൾ കംപ്ലൈന്റ് എടുത്ത് ആദ്യം മലപ്പുറം SP പോയിട്ടാണ് കംപ്ലൈന്റ് എടുത്തത്. കംപ്ലൈന്റ് എടുത്ത് SP നല്ലൊരു സമീപനം വന്നത്. അങ്ങനെ തിരൂര് DSP പോയി, DSP ഞങ്ങൾ പോയിരുന്നു. അത് നേരെ വളാഞ്ചേരി സ്റ്റേഷനിലേക്ക് അയച്ചു. വളാഞ്ചേരി സ്റ്റേഷനിൽ FIR 2 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രിന്റ് വന്നിരുന്നു. പക്ഷേ FIR 2 ഒരാഴ്ചയായി, ഇതുവരെ വളാഞ്ചേരി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് അതിനായിട്ട് ഒരു സമീപനം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ് ഇവരുമായിട്ട് എന്തെങ്കിലും ഇതുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. വളാഞ്ചേരി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരായിട്ടും അവർക്കെതിരെ ഒരു ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഈ പ്രതികൾക്ക് എന്തെങ്കിലും ഇതുണ്ടാവുക, അറ്റാക്ക് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വളാഞ്ചേരി പോലീസ് കാര്യമായിട്ട് ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം, ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. അതാണ് പറയാനുള്ളത്. കാരണം ഒരാഴ്ച ഇവരിപ്പോൾ മൊഴി കൊടുക്കാൻ വേണ്ടി വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരാളെ മൊഴിയെ വില എടുത്തിട്ടുള്ളൂ. ഇനി വിളിക്കാമെന്ന് പറയുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ മൊഴി കൊടുക്കാൻ പോയ ആൾക്കാർ 2-3 ആൾ പോയി, പക്ഷേ ഇന്നലെ SI സ്ഥലത്തില്ല. അപ്പോൾ നാളെ ചെല്ലാനാണ് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തികളെ മൊഴികൾ പോലും ഇതുവരെ 10 ആൾക്കാരിൽ ഒരാളെ മൊഴി മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി 9 ആളെ മൊഴി ഇനി എടുക്കാണ്ട് ഇതുവരെ എടുത്തിട്ടില്ല വളാഞ്ചേരി സ്റ്റേഷനിൽ. ഇടനിലക്കാരെ പ്രതിയാക്കി വളാഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രവാസികളെ ഉദ്ദേശിച്ചാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലായപ്പോഴാണ് നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയത്. ആകെയുള്ള സമ്പാദ്യമായിരുന്നുവെന്നും കിട്ടുന്നതൊക്കെ കൂട്ടിവെച്ചാണ് നിക്ഷേപം നടത്തിയതെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്.